നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ എപ്പോഴൊക്കെ ഇലക്ഷൻ വരുമ്പോഴും രണ്ട് മുന്നണികൾ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു എല്ലാ രാഷ്ട്രീയ ചർച്ചകളും. കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ എത്ര സീറ്റുകൾ നേടുമെന്ന ചർച്ചകൾ വരെ ചിലപ്പോഴൊക്കെ നടക്കാറുണ്ട്. അപ്പോഴും BJP മാത്രമാണ് സീറ്റുകളുടെ കാര്യത്തിൽ ആരും ചർച്ചക്കെടുക്കാത്ത ഒരു രാഷ്ട്രീയ കക്ഷി. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കേരള രാഷ്ട്രീയത്തിലെ ചിത്രം തന്നെ മാറിയിരിക്കുകയാണ്. നടൻ സുരേഷ് ഗോപി 3.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ നിന്നും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് BJP എന്ന പാർട്ടിയുടെ തലവര മാറ്റി എഴുതാൻ കാരണമായി. 2024 ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതുമായിരുന്നു ആ വിജയം. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണ UDF തരംഗമാണ് പ്രകടമാകാറുള്ളത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കാൻ തുടങ്ങിയ മുതൽ അതിന്റെ ആക്കവും കൂടിയിട്ടുണ്ട്. എന്നാൽ അതിനിടയിലും BJP കരുത്ത് കാണിച്ചത് 2024 ഇലക്ഷനിലാണ്. അതോടെ പല നിയമസഭാ മണ്ഡലങ്ങളും ഒന്ന് കാര്യമായി ആഞ്ഞു പിടിച്ചാൽ കൂടെ പോരുമെന്ന് BJP നേതാക്കൾ മനസ്സിലാക്കുന്നു. തങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായി കേരളം മാറുന്നു എന്നാണ് BJP നേതൃത്വവും പറയുന്നത്. 35 സീറ്റുകൾ നേടിയാൽ കേരളം BJP ഭരിക്കുമെന്ന മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രസ്താവനയും ഏറെ ചർച്ചയായി മാറിയിരുന്നു. ഇത്തവണ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാനാണ് BJPയുടെ നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6 കോർപ്പറേഷനുകളിലെ പ്രചരണം ഓരോ നേതാക്കൾക്കായി വീതം വെച്ചിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷന്റെ ചുമതല സുരേഷ് ഗോപിക്കാണ്. എങ്കിലും മറ്റു ജില്ലകളിലും അദ്ദേഹം പ്രചാരണത്തിനായി എത്തുന്നുണ്ട്. കൊല്ലം കോർപ്പറേഷനിലെ പ്രചാരണത്തിനെത്തിയപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ചർച്ചയായി മാറിയിരുന്നു. രാജീവ് ചന്ദ്രശേഖരൻ കളത്തിലിറങ്ങിയ തിരുവനന്തപുരം ജില്ലയിൽ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ തങ്ങൾ വിജയിക്കും എന്നാണ് സുരേഷ് ഗോപി അവകാശപ്പെടുന്നത്. നിയമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഇത്തവണ ലഭിക്കും. കഴിഞ്ഞ തവണ ചില വക്ര രാഷ്ട്രീയ കളികൾ നടന്നതുകൊണ്ടാണ് BJP തോറ്റുപോയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുമെന്നും സുരേഷ് ഗോപി വ്യക്തമായി പറഞ്ഞിരുന്നു. 2016 BJPയുടെ O. രാജഗോപാൽ ജയിച്ച മണ്ഡലമാണ് നേമം. BJPക്ക് കേരളത്തിൽ ലഭിച്ച ആദ്യ നിയമസഭാ മണ്ഡലമായിരുന്നു അത്. CPMലെ V. ശിവൻകുട്ടിയായിരുന്നു 2ാം സ്ഥാനത്ത്. എന്നാൽ 2021 ചിത്രം മാറി. രാജഗോപാലിന് പകരം കുമ്മനം രാജശേഖരനെത്തി. പക്ഷേ അന്ന് ശിവൻകുട്ടിക്കായിരുന്നു അവിടെ വിജയം. കോൺഗ്രസിന് വേണ്ടി K. മുരളീധരനും അന്ന് മത്സരിച്ചിരുന്നു. ഇപ്പോൾ നേമം മണ്ഡലത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് മത്സരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തു. സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് സത്യമാവുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ 2026 മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ BJPയുടെ MLA ആയി മാറാനാണ് സാധ്യത.